താങ്ക് യു പാസ്റ്റർ ബ്ലസൻ വർഗീസ് ആൻഡ് ഫാമിലി. എൻ്റെ ചർച്ച് നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുറെ ആഴ്ചകളായി നമ്മൾക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഒന്നുകൂടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വരാൻ നമുക്ക് കിട്ടിയ നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ 2-ാം അധ്യായത്തിലേക്ക് വന്ന് അതിൻ്റെ ആരംഭ ഭാഗത്താണ് നിൽക്കുന്നത് അല്ലേ? ജഡ്ജിങ് അതേഴ്സ്, മറ്റുള്ളവരെ വിധിക്കുക എന്നൊരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. എപ്പോഴും ഈ നമ്മളെ കാണാതെയുള്ളൊരു ജീവിതം അതൊരിക്കലും പ്രയോജനം ചെയ്യുകയില്ല. നമുക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യം നമ്മളെ കാണുന്ന ഒരു ജീവിതമാണ്. പിശാച് സമ്മതിക്കാത്ത ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് നമ്മുടെ ഫോൾട്ടിനെ കാണാൻ അനുവദിക്കുകയില്ലെന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ളവരുടെ കുറവുകളെയും മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കാണാൻ നമ്മുടെ കണ്ണുകളെ എപ്പോഴും പിശാച് സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, സെൽഫ് എക്സാമിനേഷൻ എന്ന വാക്ക് ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത്. When we are conducting Lord's Supper, we used to recite that word, examine yourself. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. Okay, I think you remember the scripture of 2 Corinthians chapter 13 verse 5. Okay, ആ വാക്യത്തിലും പറയുന്നൊരു കാര്യം, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവിൻ. ആർ യു ഇൻ ഫെയ്ത്ത്? നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നൊരു കാര്യം, ഈ ഇസാജനം തോറ്റുപോകാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, they preferred place than his presence. Jews preferred place than his presence. അവർക്ക് ഈ പ്ലേസ് ആയിരുന്നു വലിയ കാര്യം. ടെമ്പിളിൽ പോകണം എന്നതല്ലാതെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തിനാ പോകുന്നേ? നമുക്ക് ഏറ്റവും അപകടകരമായ ഒരു കാര്യവും ഇത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഒരു ചർച്ചിൽ പോകുക എന്നത് മാത്രമാണ് നമ്മുടെ താല്പര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്തിനാ പോകുന്നേ? നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കാനാണോ? അതോ ഒരു ദൈവനം കേൾക്കാനാണോ? അതിനേക്കുളുപരി കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയാണോ? The second danger of Jewish community, they couldn't see eternal movement through historical movement. They couldn't see eternal movement through a historical movement. See, Jewish history, ആ ഹിസ്റ്ററിയിൽ there is a eternal movement. ഓരോ തലമുറകൾ കൈമാറി വരുമ്പോഴും ഒരു മെസ്സിയാനിക് പ്രൊഫസിയിലേക്ക് അവർ മാറുന്നത് അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ സ്നേഹത്തോടെ ഒരു കാര്യം പറയാം, there is a eternal movement in Pentecostalism. If you are not able to understand that as a real picture or reality, Pentecostalism will be a failure in your life. Pentecostalismന്റെ പ്രത്യേകത, there is a eternal movement through Pentecostalism. പക്ഷെ പലർക്കും പെന്റക്കോസ്റ്റൽ എന്ന് പറയുന്നത് അതിലൊരു ഹിസ്റ്റോറിസിറ്റി മാത്രമാണ് ഉള്ളത്. നമ്മൾ അങ്ങനെ ആവരുത്. അതിലെ ദൈവത്തിന്റെ ചലനം കാണണം. ഞാൻ പറഞ്ഞൊരു കാര്യം, എക്സാമിൻ യുവർ സെൽഫ്. എന്തിനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചോദിക്കണം, ഞാൻ വിശ്വാസത്തിലാണോ? Am I worthy before God? ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ യോഗ്യനാണോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ? നമുക്കൊന്നു തന്നെ നമ്മുടെ തന്നെ ശോധന ചെയ്യണം. ഓക്കെ, ഈ റോമൻ ചാപ്റ്റർ 2 ഞാനത് ആ കാര്യം പങ്കുവെച്ചാലും തോന്നല്ലേ പാസ്റ്റർ ബ്ലസൻ? ഞാൻ ആ കാര്യത്തെ 2-ാം അധ്യായം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നോ? തീർച്ചയായിട്ടും ചെയ്തായിരുന്നു. പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് 2 കാര്യമാണ്. ഒന്ന്, സെൽഫ് എക്സാമിൻ ചെയ്യണം, എന്നാൽ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ചെയ്യരുത്. ഓക്കെ 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 ഓക്കെ, നമ്മൾക്ക് ആ 2ലേക്ക് വരിക. ചാപ്റ്റർ 2,
ഇപ്പൊ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ റൈറ്റ് ടീച്ചിങ് ആൻഡ് റോങ് ലൈഫ്. ചാപ്റ്റർ 2-ന്റെ പ്രത്യേകത, ഇവരൊരു കൈൻഡ് ഓഫ് മോറലിസ്റ്റ് ആണ്. അവര് ഒരു സദാചാരവാദിയാ, മോറലിസ്റ്റ് ആണ്. അവരെല്ലാവരും അഡ്വൈസ് ചെയ്യും. ടീച്ചിങ് ഇസ് റൈറ്റ്, ബട്ട് ലൈഫ് ഈസ് റോങ്. കേൾക്കുന്നുണ്ടോ? തിയറി റൈറ്റാ, പക്ഷെ ലൈഫ് തെറ്റാ. ഇതൊരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. റൈറ്റ് തിയോളജി ഇസ് ഫോർ റൈറ്റ് ലിവിങ്. ശരിയായ ദൈവശാസ്ത്രം ശരിയായ ജീവിതത്തിന്, അല്ലെ? നമ്മൾ ഒരു ഭാഗത്ത് റൈറ്റ് ഡോക്ട്രിൻ പഠിപ്പിക്കുകയും റൈറ്റ് ലിവിങ് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ റൈറ്റ് ഡോക്ട്രിന്റെ പ്രസക്തി എന്താ? കേട്ടെ, നിങ്ങൾക്ക് ദൈവത്തെ അറിയാം, സത്യദൈവത്തെ അറിയാം. യു ആർ നോട്ട് ഗോയിങ് ടു വർഷിപ്പ് an idol. You know who is God, the nature. ഇതൊക്കെ നന്നായിട്ട് അറിയാന്ന് വെക്കട്ടെ. അടുത്തൊരു ചോദ്യം ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാ. അപ്പൊ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ എ റൈറ്റ് ലിവിങ്. റൈറ്റ് ഡോക്ട്രിൻ ഈസ് ഫോർ റൈറ്റ് ലിവിങ്. ശരിയായ മനസ്സിലാക്കൽ ശരിയായ ജീവിതത്തിന് വേണ്ടിയാ. ശരിയായ ഉപദേശം ശരിയായി ജീവിക്കാൻ വേണ്ടിയാ. ഒരിക്കലും നമ്മളൊക്കെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവോട് ഒരു എക്സാം ഇട്ടിട്ട് നിങ്ങളുടെ ഡോക്ടറിൻ റൈറ്റ് ആണോ എന്ന് ചോദിക്കാനല്ല അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം നമുക്ക് കിട്ടിയ റൈറ്റ് ഡോക്ടറിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. ഓക്കെ, 1-ാം അധ്യായം ടോട്ടൽ ഡീവിയേഷൻ ആണ്, ടോട്ടൽ ഡിപ്രവിറ്റിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 2-ാം അധ്യായത്തിലെ ആൾക്കാർ പറയുന്നത് അവർ മോറലിസ്റ്റ് ആണ്. പബ്ലിക്ലി അവർ പറയുന്നത് മുഴുവൻ കറക്റ്റാണ്, പക്ഷെ പ്രാക്ടിക്കലി അവരുടെ ലൈഫിനെ കർത്താവ് നോക്കുമ്പം ഈ പറയുന്നതൊന്നും ജീവിതത്തിനില്ല. കേൾക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ? നമ്മുടെ സ്പിരിച്വാലിറ്റി പറയാനുള്ളതല്ല, സ്പിരിച്വാലിറ്റി ജീവിക്കാനുള്ളതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ്? Preach always, use words if necessary. ഞാൻ പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച? Preach always, use words if necessary. നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാന് ഹൊമിലിറ്റിക്സിന്റെ ഒരു പോർഷൻ പഠിപ്പിച്ചപ്പോ എന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മെസ്സഞ്ചർ ഈസ് ദ മെസ്സേജ്. കേൾക്കുന്നോ? മെസ്സഞ്ചർ ഈസ് ദ മെസ്സേജ്. നമുക്കിങ്ങനെ പറയാം, എ ക്രിസ്ത്യൻ ഈസ് എ മെസ്സേജ്, എ ചൈൽഡ് ഓഫ് ഗോഡ് ഈസ് എ മെസ്സേജ്. നിങ്ങൾ വാ തുറക്കാതെ തന്നെ നിങ്ങളും ഞാനും ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് സത്യമായ ജീവിതം. കേൾക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് പലത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ജീവിക്കുമ്പോ, അല്ലെ? യേശു കർത്താവ് പറഞ്ഞ 2 ഉദാഹരണങ്ങൾ, ഉപമകൾ, ദ ഫസ്റ്റ് പാരബിൾസ് ഓഫ് ജീസസ്. യേശു കർത്താവ് പറഞ്ഞ പാരബിൾ അല്ല, യേശു കർത്താവ് പറഞ്ഞ ഉപമകൾ എന്ന് പറയുന്നതിനേക്കാൾ സാദൃശ്യങ്ങളിൽ 2 മത്തായി 5:13-14 വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ഭൂമിയുടെ വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. ഇത് രണ്ടും നിശബ്ദമാ. ഉപ്പ് സംസാരിക്കാറില്ല, വെളിച്ചവും സംസാരിക്കാറില്ല, പക്ഷെ സ്വാധീനിക്കാറുണ്ട്. നോ വേർഡ്സ്, ബട്ട് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് എനിവൺ. ആരെയും സ്വാധീനിക്കാം. നിങ്ങൾ ഇരുട്ടുള്ള ഒരു വഴി കൂടെ പോകുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കണ്ട് നോക്കുകയല്ലേ? നല്ലൊരു ആഹാരം കഴിക്കുമ്പോൾ രുചി, അതിനെ രുചിപ്പിക്കുന്ന ഉപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുവോ? ഉപ്പ് കൂടിയെങ്കിൽ കഴിക്കുവോ?
നിശബ്ദമാണെങ്കിലും സ്വാധീനം ചെറുതല്ല. എൻ്റെ കുഞ്ഞുങ്ങളോട്, യൗവനക്കാരോട് ഞങ്ങളൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. നിങ്ങളുടെ വാക്കിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങൾക്ക് തിയോളജി അറിയാവോ എന്നുള്ളതല്ല ചോദ്യം. നിങ്ങൾ ദൈവഭയത്തിൽ ജീവിക്കുന്നെങ്കിൽ യുവർ ലൈഫ് ഈസ് എ ടെസ്റ്റിമണി. നമ്മുടെ ജീവിതം തെറ്റായിട്ട് 100 പേരുടെ സുവിശേഷം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? If you have a right living, you share about Jesus, people will accept your message. എപ്പോഴും പറയുന്നവരെ സ്വീകരിച്ചാലേ പറയുന്നത് സ്വീകരിക്കൂ, അല്ലേ? നിങ്ങൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്താലല്ലേ അവരുടെ അഡ്വൈസ് സ്വീകരിക്കുള്ളൂ. ഒരാളുടെ അഡ്വൈസ് നല്ലതാണെങ്കിലും ആ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യില്ല. ഇതുപോലെയായിരുന്നു ഈ മോറലിസ്റ്റിന്റെ ടീച്ചിങ്സ് മുഴുവൻ. അവരെല്ലാവരും അഡ്വൈസ് ചെയ്തു പബ്ലിക്ലി, പക്ഷെ പ്രൈവറ്റ്ലി അവരത് മുഴുവൻ അവർ പ്രാക്ടീസും ചെയ്തു. എന്താ? ദ പ്രാക്ടീസ് ദ തിങ്സ് അഗെയിൻസ്റ്റ് ദ മെസ്സേജ്. രണ്ടും രണ്ടായിപ്പോയി, അല്ലേ? അപകടം ഉണ്ടാവരുത്. അതാണ് ചാപ്റ്റർ 2 ഈ കൂട്ടരെ കുറിച്ച് പറയുന്നത്. മോറലിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചാപ്റ്റർ 2 verse 1 to 16 പൗലോസ് പറയുകയാണ്, ഇവരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഇവിടെ വിരലുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് നേരെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. യു ആർ റോങ്, യു ആർ നോട്ട് റൈറ്റ്, what you have done is wrong, what you have said is wrong. നീ ശരിയല്ലെന്നുള്ളതാ പ്രശ്നം. പക്ഷെ കർത്താവ് ചോദിച്ചു, മറ്റുള്ളവരെ വിധിക്കുന്ന നീ നിന്നെ തന്നെ അല്ലേ സത്യത്തിൽ വിധിക്കേണ്ടത്? ഞാൻ നിങ്ങളോടൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. നമുക്ക് നമ്മെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെടില്ല. തിരക്കുകൾക്ക് നടുവിൽ നമ്മളെ മറക്കരുത്. ഹൂ യു ആർ, നിങ്ങൾ ആരാണ്, എന്തു ചെയ്യുന്നു എന്നൊക്കെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇടവരുന്നു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലൂക്കോസിന്റെ സുവിശേഷം 15:11 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ആ വാക്യങ്ങൾ, അല്ലേ? ലൂക്ക് ചാപ്റ്റർ 18 verse 9 to 14 നമ്മൾ ചിന്തിച്ചിരുന്നു. ഈ വാക്യങ്ങൾ വായിച്ചിരുന്നു എന്ന് എന്റെ ചിന്ത. 2 references, Luke chapter 18 verses 9 to 14. Another portion, Luke chapter 15 verses 11 to 32. നോക്കി, ഇവിടെ 2 പേരും 2 തെറ്റുകാർ, 2 ശരിയായവർ. ഒന്ന് ഒരു ഫാരിസി, ഓപ്പോസിറ്റായി ടാക്സ് കളക്ടറെ നോക്കിയിട്ട് പറയും, ഹി ഈസ് നോട്ട് റൈറ്റ്, ഐ ആം റൈറ്റ്. ദൈവത്തിന് എപ്പോഴും നമ്മൾ ശരിയാണെന്ന് കേൾക്കാനല്ല ഇഷ്ടം, നമ്മൾ ആരാണെന്ന് കേൾക്കാനാണ് ഇഷ്ടം. ആ സ്റ്റേറ്റ്മെന്റ് മലയാളം അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടൊന്ന് എഴുതി വെച്ചോളൂ. ദൈവത്തിന് നമ്മളെ തന്നെ വലുതാക്കുന്നത് കേൾക്കാനല്ല ഇഷ്ടം. ദൈവത്തിന് നമ്മളെ തന്നെ വലുതാക്കുന്നത് കേൾക്കാനല്ല ഇഷ്ടം. പക്ഷെ ദൈവത്തിന് നമ്മൾ ആരാണെന്ന് പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. സ്തോത്രം, അല്ലേ? കർത്താവിന്റെ മുമ്പ് എനിക്ക് വേണമെങ്കിൽ പറയാം, ഐ ആം എ സെയിന്റ്. കർത്താവ് ചിരിക്കും. കാരണം കർത്താവിന് അറിയാം അല്ലെന്ന്. പിന്നെന്തിനാ നമ്മൾ ഈ പറയുന്നത്? പക്ഷെ കർത്താവോട് പറയണം, ഹാവ് mercy on me Lord. കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ. ഐ ട്രൈഡ്,
ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഐ പ്രേഡ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് പറ്റുന്നില്ല, എന്നെ സഹായിക്കണമേ. അങ്ങനെ ഒരാളെയും കർത്താവ് സഹായിക്കാതിരിക്കുകയില്ല. കർത്താവ് അവരെ മുഴുവൻ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. വാട്ട് ദ ഡേഞ്ചർ ഓഫ് ഇറ്റ്? ഇതിന്റെ അപകടം എന്താ? നമുക്ക് നമ്മളെ തന്നെ അറിയാം, അല്ലേ? പക്ഷേ നമ്മളെ അറിഞ്ഞിട്ടും നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയൊരു അപകടമാണെന്നറിയാവോ? Can you open your Bible to Matthew, book of Matthew, chapter 25. Verses 1 to 13. അത് നമുക്കറിയാവുന്നൊരു എക്സ്പ്ലനേഷനാണ്, അല്ലേ? This kind of eschatological things. Chapter 24 is Jesus is teaching about eschatological things. അവർ ചോദിച്ചു, യേശുവെ, അങ്ങയുടെ വരവിന്റെ അടയാളം എന്താ? യേശു കർത്താവ് പഠിപ്പിച്ചു, എൻ്റെ വരവിന്റെ അടയാളമാണ്. Chapter 24, യുദ്ധങ്ങൾ, വാർസ്, ഫൈറ്റിംഗ്, ക്ഷാമം, ഫാമിൻ, എവരിതിങ് യേശു കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ചാപ്റ്റർ 25 വരിക. ആ 25 ആ ചാപ്റ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്കിതറിയാം, 10 കന്യകമാർ ഇല്ലേ? ഈ 10 കന്യകമാരും 10 പേരെ നോക്കുമ്പം 10 പേരുടെ കയ്യിൽ വിളക്കുണ്ട്, ഇല്ലേ? 10 പേരുടെ കയ്യിൽ വിളക്കുണ്ട്. 10 പേരോടും ചോദിക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? അവര് പറയുന്നു, മണവാളൻ വരും. അവിടെ പ്രതീക്ഷ 10 പേരുടെ ഒന്നാ, അല്ലേ? 10 പേരുടെ പാട്ടൊന്നാ, ഹി വിൽ കം ബാക്ക്, യേശു വരും. 10 പേരുടെ കയ്യിൽ വിളക്കുണ്ട്, കേൾക്കുന്നോ? പക്ഷെ അതിൽ 5 പേർക്ക് അറിയായിരുന്നു വിളക്കേ ഉള്ളൂ, എണ്ണയില്ലെന്ന്. കേൾക്കുന്നുണ്ടോ? ഇതവർക്ക് അറിയാത്തതല്ല, അവർക്കറിയായിരുന്നു അവരുടെ കയ്യിൽ എണ്ണയില്ലെന്ന്. നാട്ടുകാരുടെ മുമ്പിൽ എല്ലാം ഒന്നുപോലെയാണെന്ന് കാണിച്ചേ. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവരുടെ ഇല്ലായ്മയെ, അവരുടെ കുറവിനെ അവർ അറിഞ്ഞിട്ടും അത് പരിഹരിച്ചില്ലെന്നുള്ളതാ. കേൾക്കുന്നുണ്ടോ? വി ഹാവ് ടൈം, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ടു കറക്റ്റ്, ടു ഫിൽ, അല്ലെ? ടു കം ബാക്ക്, ടു ആസ്ക് പാർഡൺ ഓർ സോറി. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ തെറ്റുകാർ. കേൾക്കുന്നുണ്ടോ? It is easy to teach others, but it is tough to practice the things what we have taught others. ഇതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യം ചിന്തിക്കുക, ദൈവം തന്ന ദൈവവചനം എനിക്ക് വേണ്ടിയുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? എനിക്കതനുസരിക്കണം. നമുക്ക് നമ്മോട് തന്നെ പറയണം, കർത്താവേ, എന്നെ സഹായിക്കുമാറാകണമേ. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് എന്താന്നാ ഞാൻ പറഞ്ഞേ? അവർ തെറ്റാണെന്ന് പഠിപ്പിച്ചത് തന്നെ അവർ പ്രാക്ടീസ് ചെയ്തു. ആ വാക്യം ഒന്ന് വായിക്കാവോ? എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വായിച്ചേ. റോമൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 4 ഒന്ന് വായിച്ചോളൂ. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ വിധിക്കുന്നേ. മറ്റൊരാൾ ചെയ്യുന്ന തെറ്റാന്ന് അറിയാമെങ്കിൽ
അതേ കാര്യം നിങ്ങളും ചെയ്യുമ്പോൾ തെറ്റല്ലേ? കേൾക്കുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞില്ലെന്ന് പറയാൻ അവസരം ഉണ്ടാകുകയല്ല ദൈവമുമ്പാകെ. കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ കർത്താവ് ശ്രദ്ധിക്കുന്നു. മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാക്യമുണ്ട്, സാംസ് 50:4. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ വിശദീകരിക്കാം. സാംസ് 50:4. വായിച്ചോ. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഒരു മിനിറ്റ്. ചാപ്റ്റർ 50, സാംസ് 50:4. Is it? No. 50-ാം സങ്കീർത്തനം 4-ാം വാക്യം. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ തന്റെ മേലിൽ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഓക്കെ. എന്തിനാ ആകാശത്തെ ഭൂമിയും വിളിക്കുന്നേ? ടു ടെസ്റ്റിഫൈ എഗെയിൻസ്റ്റ് മീ. ഞാന് ചില കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് കർത്താവോട് പറയുമ്പം കർത്താവ് പറയാം അത് ശരിയല്ല. കേൾക്കുന്നോ? ഈ ഭൂമിയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നാലും കർത്താവ് ഈ ഭൂമി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ ഇവിടുത്തെ പ്രശ്നം. റോമർ 2 പ്രശ്നം ഇതാ, മറ്റുള്ളവർ തെറ്റാണെന്ന് പറയുന്നത് എനിക്കും തെറ്റാ. കേൾക്കുന്നുണ്ടോ? പാസ്റ്റർ ബ്ലസ്സൻ ഒരാളെ എടാ എന്ന് വിളിച്ച തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കോ തെറ്റാ. വിധി 2 ഇല്ല, 1 ഉള്ളൂ. കേൾക്കുന്നു? പാസ്റ്റർ ബ്ലസ്സൻ ഒരു റെഡ് ഷർട്ട് ഇട്ടെന്നിരിക്കട്ടെ. ആ റെഡ് ഷർട്ട് ഇട്ടപ്പോ ആരാണ്ട് പറഞ്ഞു പാപമാ. ആ റെഡ് ഷർട്ട് നിങ്ങളിട്ടാലും പാപമാ. കാരണം ഓൾറെഡി ഞാൻ അതിന്റെ മേൽ വിധി കൊടുത്തു. കർത്താവ് അവിടെ തീരുമാനിച്ചു ലിനുവിന് റെഡ് ഷർട്ട് ഇടുന്നത് പാപമാ. അപ്പൊ ലിനുവിന് അടുത്ത പ്രാവശ്യം ഒരു റെഡ് ചുരിദാർ ഇട്ടാലും അത് പാപമാ. കാരണം എന്നാ? ഞാൻ ഇവിടെ വിധി കൽപ്പിച്ചു. കർത്താവ് വിധി എഴുതി വെച്ചു. എന്താ വിധി? ഇതെല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നില്ല, പക്ഷെ ലിനുവിന് അപ്ലിക്കബിളാ. കാരണം ലിനു ഓൾറെഡി ജഡ്ജ് ചെയ്തു റെഡ് ഷർട്ട് ഇടുന്നത് തെറ്റാണ്, പാപമാണ്. അപ്പൊ കർത്താവ് എഴുതി വെച്ചു, അക്കോർഡിംഗ് ടു ലിനു, ഇഫ് സംബഡി റെഡ് കളർ ഷർട്ട് ഓർ റെഡ് കളർ ചുടിദാർ, റെഡ് കളർ സാരി, ഇറ്റ് ഈസ് എ സിൻ. നമ്മുടെ ദൈവത്തോട് നമ്മൾ കളിക്കുന്ന സൂക്ഷിച്ചു വേണം. നമ്മുടെ വാ കൊണ്ട് തന്നെ പലപ്പോഴും ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യും, അറിയാവോ? അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റൊരാളെ കുറ്റം പറയാനോ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാനോ നമ്മൾ ഒരിക്കൽ പോലും താല്പര്യപ്പെടണ്ട. കേൾക്കുന്നു? അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താ മോറലിസ്റ്റിന്റെ പ്രശ്നം? They knew the truth, they taught the truth, but unfortunately they couldn't practice it. അവർ തെറ്റുകൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു, സ്വയം കണ്ടില്ല. അതൊരു അപകടമല്ലേ? അല്ലേ? ഇനി പൗലോസ് പറയാൻ പോകുന്നത് ചെറിയ കാര്യമല്ല. അവര് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ന്യായവിധിയില്ല, ജഡ്ജ് ചെയ്യുന്നത് അവരെയാ, ഞങ്ങളെ ജഡ്ജ് ചെയ്യല. God will judge them. സ്തോത്രം. കേൾക്കൂ, ഈ ചിന്തയിൽ ജനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ വിടാൻ അബ്രഹാം സമ്മതിക്കുകയല്ല. We have a tradition. Abraham is our forefather. അവിടെ ചിന്ത ഇതാണ്, അബ്രഹാം നരകത്തിന്റെ വാതിക്ക നിൽക്കുക. ഇത് ജൂയിഷ് ട്രഡീഷൻ ആണേ. അബ്രഹാം നരകത്തിന്റെ വാതിക്ക നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വരുന്നവരെ സൂക്ഷിച്ചു നോക്കും. ഓക്കെ, സ്റ്റാൻലി, ഓ
ഈസ് മൈ ഡിസെൻഡന്റ്, എന്റെ പിന്തുടർച്ചക്കാരനാ. കർത്താവോട് പറയാം, അവൻ നരകത്തിൽ പോകണ്ട, അവനെ തിരിച്ചുവിടാൻ പറയും. ഈ ചിന്തയാണ് യേശു മാത്യു ചാപ്റ്റർ 3:9 യേശു തിരുത്തുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. മാത്യു 3:9. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദ ചിന്താഗതിയാണ് യേശു ഇവിടെ ഡീൽ ചെയ്യുന്നത്. എന്താ അവര് ചിന്ത പറഞ്ഞത്? ഞങ്ങളുടെ വല്യപ്പനാണ് അബ്രഹാം, അബ്രഹാം നരകത്തിന്റെ വാതുക്കലുണ്ട്, ഞങ്ങൾ തെറ്റിയതാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ നരകത്തിൽ വിടുകയെന്ന് അവർ ചിന്തിച്ചത്. കേൾക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇന്ന് നമ്മൾക്കും നമ്മളുടെ ഒരു സ്പിരിച്വൽ ട്രഡീഷൻ വലുതായി കാണുന്ന ഒരു കാലഘട്ടത്തിലിട്ടാ വരുന്നേ. ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ, നമ്മൾ ജീവിച്ചാലേ നാം ജയിക്കൂ, ഇല്ലേ? എൻ്റെ പാരൻസ് ആത്മീകരായതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഞാൻ ജീവിച്ചാലല്ലേ എനിക്ക് പ്രയോജനപ്പെടൂ, അല്ലേ? എൻ്റെ അപ്പൻ കുളിച്ചോണ്ട് എനിക്ക് കുളിക്കണ്ടേ? എൻ്റെ അപ്പൻ ആഹാരം കഴിച്ചതുകൊണ്ട് എൻ്റെ വിശപ്പ് മാറുമോ? എൻ്റെ അപ്പൻ പല്ല് തേച്ചുകൊണ്ട് എനിക്ക് പല്ല് തേക്കണ്ടേ? അപ്പൻ ചെയ്തത് അപ്പന് വേണ്ടിയാ, ഞാൻ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയാ. കേൾക്കുന്നുണ്ടോ? പലപ്പോഴും പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ഏറ്റവും വലിയ ട്രഡീഷൻ എന്നവർ പറയുന്നത്, ഞാൻ പെന്തക്കോസ്റ്റലിലെ 4th ജനറേഷനാ, ഞാൻ 3rd ജനറേഷനാ, എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ആ ചർച്ച് ഉണ്ടാക്കിയത്. എപ്പോഴും ഓർത്തോണം, നമ്മൾ പറയുന്ന അവകാശവാദങ്ങൾക്ക് ദൈവം വലിയ വില കൊടുക്കാറില്ല. പക്ഷെ ദൈവം വില കൊടുക്കുന്നത് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഈ ചിന്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാം. ഈ കർത്താവ് നമുക്ക് തന്ന ഡോക്ട്രിൻ ശരിയായി ജീവിക്കാൻ വേണ്ടിയാ. നമുക്ക് തന്ന ബോധ്യം പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാ. ഫസ്റ്റ് പാർട്ട് അപ്ലൈ, സെക്കൻഡ് പാർട്ട് സപ്ലൈ. കേട്ടോ? നമ്മൾ വന്ന് സപ്ലൈ ഉള്ളൂ. There is no apply. Always we are supplying the scripture. നമ്മൾ സപ്ലൈ ചെയ്യാന്നുള്ള അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താ പ്രയോജനം? കേൾക്കുന്നു? തലവേദനയുള്ള എനിക്ക് എൻ്റെ തലവേദന മാറാൻ ഞാൻ ഗുളിക കഴിക്കണം. മെഡിക്കൽ ഷോപ്പ് നടത്തി ആൾക്കാർക്ക് മുഴുവൻ ഈ മരുന്ന് കൊടുത്തതുകൊണ്ട് എൻ്റെ തലവേദന മാറില്ല. എൻ്റെ തലവേദന മാറണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന മരുന്നെടുത്ത് കഴിക്കണം, വേണ്ടേ? ഓർക്കണേ, ബൈബിളിനെ കുറിച്ചുള്ള ബോധ്യം തെറ്റരുത്. ബൈബിൾ പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, ബൈബിൾ പഠിപ്പിക്കാനുള്ളത് മാത്രമല്ല, ബൈബിൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളത് മാത്രമല്ല. ആദ്യത്തെ ആൾ ഞാനാവണം. കേൾക്കുന്നോ? അപ്പൊ ഇവിടെ ചിന്ത എന്താ? ഞാൻ റൈറ്റാ, ദൈവം ഇവരെ മുഴുവൻ തെറ്റ് ചെയ്യും. പക്ഷേ നമുക്ക് ഈ ജനത്തിന്റെ ക്ലിയർ പിക്ചർ ഒന്നുകൂടെ മനസ്സിലാക്കാൻ നമ്മൾ വീണ്ടും വരുന്നു. റോമൻസ് ചാപ്റ്റർ 2 ഒന്നുകൂടെ വായിച്ചേ, വേഴ്സസ് 1 to 4. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചു കേട്ടെ, മറ്റുള്ളവരെ വിധിക്കുക, പക്ഷേ അത് തന്നെ ഞാനും ചെയ്യുക. അടുത്ത വാക്യം, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? മതി. നമുക്ക് ഇവിടെ കുറച്ച് വിശദീകരിക്കാനുണ്ട്. We are preaching judgments and we are judging others. Unfortunately, we are not correcting ourselves. അതാണ് പൗലോസ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൗലോസ് അവിടെ പറയുകയാണ്, നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല.
കർത്താവ് ഇങ്ങനെയുള്ളവരെ വെറുതെ വിടുകയില്ല. ഗോഡ് വിൽ ജഡ്ജ് യു. കേൾക്കുന്നുണ്ടോ? ഗോഡ് വിൽ പണിഷ് യു. ഇനി പൗലോസ് പറയാൻ പോകുന്നത് തുടർന്നുള്ള there are 6 points he's going to explain. എന്താണ് ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ what is the characteristics of God's judgment? What are the characteristics of God's judgment? എന്താണ് ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രകൃതങ്ങൾ, സ്വഭാവങ്ങൾ? എന്തുകൊണ്ടാണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ തെറ്റിനെ കാണാൻ ഞാനിത് ഉപയോഗിച്ചു, എന്നെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചില്ല. 2, നാം പ്രസംഗിച്ചത് പ്രാക്ടീസ് ചെയ്തില്ല. 3, അറിവുകളെ പ്രയോജനപ്പെടുത്തിയില്ല. അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ കറക്റ്റ്, അവരാ തെറ്റുകാർ, ദൈവം അവരെ ശിക്ഷിക്കും. പൗലോസ് തിരുത്തി, അല്ല, ദൈവം അവരെ അല്ല ശിക്ഷിക്കുന്നത്, ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ഇനി ഈ പറയുന്ന 6 കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോകുകയാണ്. 1, there are 6 important things we are going to learn from this chapter. 1, verse 2, ദൈവത്തിന്റെ ന്യായവിധി സത്യാനുസരണമായിരിക്കും. സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവം തന്റെ ന്യായവിധി നടത്തുന്നത്. സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ദൈവം തന്റെ ന്യായവിധി നടത്തുന്നത്. God's judgment is on the basis of truth. കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തെ, അത് അയർലൻഡിലായാലും ഇന്ത്യയിലായാലും ലോകത്ത് എവിടെയായാലും പലപ്പോഴും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്ന സത്യമല്ല. ഒരു ജഡ്ജ്മെന്റ് ഒരു ജഡ്ജി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ കേസ് പഠിക്കും. കേസ് പഠിക്കുമ്പോൾ ഒന്നാമത്തേത് വിറ്റ്നസ് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. സാക്ഷികളുണ്ടോ? സാക്ഷികളില്ല. പിന്നെ ഒരു തെറ്റുകാരനായ മനുഷ്യൻ കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ വാദങ്ങളുണ്ട്. അദ്ദേഹം പറയും, ഞാൻ ഇങ്ങനെയാണ് സാർ, ഇങ്ങനെയാണ്. ഒടുവിൽ തെറ്റ് ചെയ്ത മനുഷ്യനെ കോടതി പറയും, ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ബിക്കോസ് there is no evidence. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അതില്ല. കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് മുമ്പിൽ അതില്ല. ദൈവം ഒരു മനുഷ്യനെ വിധിക്കുന്നത് സത്യാനുസരണമായിരിക്കും. നമ്മൾ എന്ത് പറയുന്നു എന്നതല്ല, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്നുള്ളതല്ല. ദൈവം നമ്മെ വിധിക്കുന്നത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സ്തോത്രം. എന്തീ പറയുന്നതിന്റെ അർത്ഥം? എന്താ ഈ സത്യമെന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ സത്യം ജീവിതത്തെയും ബാധിക്കുന്ന ഒന്നായി മാറണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു കഥയുണ്ട്. ഒരു ആട്ടിടയനായ ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിൽ ആടിനെയും കൊണ്ട് താമസിക്കുക. ആടിനെ തീറ്റാൻ പോകും. അപ്പൊ ഇദ്ദേഹത്തിന് നാട്ടുകാരെ പറ്റിക്കാൻ വലിയ താല്പര്യമാണ്. അദ്ദേഹം നാട്ടുകാരോട് പറയും, പുലി വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ വേറെയുള്ള ഇടയന്മാർ ആടിനെ കൊണ്ട് ഓടും. പുറത്ത് നിൽക്കുന്നവരെല്ലാം വീട്ടിൽ കയറും. ഇദ്ദേഹം ഈ പറയുന്നത് വെറുതെയാണെന്ന് നാട്ടുകാർക്ക് അറിയലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയുന്നത്, അദ്ദേഹത്തിനൊരു രസമായിരുന്നത്. ഒരിക്കൽ സത്യമായിട്ട് ഒരു പുലി വന്നു. സത്യമായിട്ടൊരു പുലി വന്നപ്പോഴും ഇദ്ദേഹം പറഞ്ഞത് കാര്യമായി ആരും വിശ്വസിച്ചില്ലെന്നാണ് ആ കഥയുടെ സാരാംശം.
കേൾക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനത്തിന്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ലൈഫിന്റെ ഈ ഭാഗം മാത്രമാണ്. ഈ ഭാഗം നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റുന്നില്ല. ഇത് എൻ്റെ സൈഡാ അല്ലെ. നിങ്ങൾ കാണുന്ന സൈഡ് ക്ലിയർ ആയിരിക്കാം, പക്ഷെ എൻ്റെ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. പക്ഷെ ദൈവം ജഡ്ജ് ചെയ്യുമ്പം ഈ രണ്ട് സൈഡ് നോക്കിയിട്ട് ദൈവം ഒരു കാര്യത്തിൽ ജഡ്ജ് ചെയ്യുള്ളൂ. കേൾക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞതും ജീവിച്ചതും ഒരുപോലെയാണോ എന്ന് കർത്താവ് നോക്കുമ്പം ഒരുപോലെ അല്ലെന്ന് കണ്ടാൽ കർത്താവ് ഒരിക്കൽ പോലും ആ കാര്യത്തെ വെറുതെ വിടുകയില്ല. കർത്താവ് പറയുന്നത്, ഞാൻ അവരെ ജഡ്ജ് ചെയ്യുന്ന ദൈവമാണ്. കാരണം എൻ്റെ വിധി സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. രണ്ട് റെഫറൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. രണ്ട് റെഫറൻസ്. ഫസ്റ്റ് ശമൂവേൽ chapter 16 verse 7. First Samuel chapter 16 verse 7. Just note ചെയ്താൽ മതി. Another scripture, John chapter 7 verse 24. John chapter 7 verse 24. മനുഷ്യൻ പലപ്പോഴും പുറമെയുള്ളത് കാണുന്നു, പക്ഷെ ദൈവം അകത്തുള്ളത് കാണുന്നു. ഈ സത്യാനുസരണമായ ദൈവത്തിന്റെ വിധി എന്നതിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു വിശുദ്ധനാകാം, അഭിനയിക്കാൻ പഠിച്ചാൽ മതി. പക്ഷെ ദൈവം ഈ അഭിനയം വെച്ചല്ല എന്നെ വിധിക്കുന്നത്. ദൈവം സത്യം വെച്ച എന്നെ വിധിക്കുന്നത്. ഞാൻ ആരാണെന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ? നമ്മൾ ഈ അഭിനയിച്ച് ആത്മീയത്തെ നശിക്കരുത്. എപ്പോഴും ഓർത്തേ, രണ്ട് ഫേസ് ദൈവത്തിന് ഇഷ്ടമല്ല. ഡുവൽ പേഴ്സണാലിറ്റി ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാ. അതല്ല ഞാൻ പറയുന്നത്. ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അരികിൽ ചെല്ലുമ്പോൾ അവരിൽ ഒരാളാകുക, ചർച്ച വരുമ്പോൾ ദൈവത്തിന്റെ ആളായി മാറുക. ദൈവത്തിന് അങ്ങനെ ഒരാളെ വേണ്ട. എവിടെ ചെന്നാലും ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ കഴിയുന്ന ഒരാളായി നിങ്ങൾ ജീവിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും വലിയ താല്പര്യം. മനുഷ്യൻ കാണുന്ന ഞാൻ തന്നെ ആവണവും ദൈവം കാണുന്ന ഞാനും. കേൾക്കുന്നോ? ഭക്തനായ മനുഷ്യൻ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ അന്തരംഗത്തെ ശോധന ചെയ്യണേ എന്ന് പറഞ്ഞാൽ എക്സാമിൻ മൈസെൽഫ്. കർത്താവ് എന്നെ തന്നെ അങ്ങൊന്ന് ശോധന ചെയ്യണമേ. ദുഃഖത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്നൊന്ന് നോക്കാൻ എന്നിലേക്കൊന്ന് കർത്താവ് ഇറങ്ങി വരണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, കർത്താവ് വിധിക്കുന്നത്, കർത്താവ് നമ്മെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാവോ? സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സെക്കൻഡ് വേഴ്സ് 5, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ളതായിരിക്കും. ഇത് സത്യമായിരിക്കും. രണ്ടാമത്തേത് നീതിയുള്ളതായിരിക്കും. Can you read verse 5? Romans chapter 2 verse 5. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. മതി. ഞാൻ അവിടെ രണ്ടു കാര്യങ്ങൾ പറയാവേ. ദൈവത്തിന്റെ നിശബ്ദത അനുവാദങ്ങളല്ല. God's silence is not permit. ദൈവത്തിന്റെ നിശബ്ദത അനുവാദങ്ങളല്ല. ചിലപ്പോ
നമ്മൾ ചില തെറ്റൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് നിശബ്ദനായിരിക്കും. അതിന്റെ അർത്ഥം ദൈവത്തിന് കുഴപ്പമില്ലെന്നല്ല. ഹീസ് വെയിറ്റിംഗ്. ഹീസ് വെയിറ്റിംഗ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം. ദൈവത്തിന്റെ നിശബ്ദത അനുവാദമല്ല, മറിച്ച് കാത്തിരിപ്പാണ്. ആ വാക്കൊന്നുകൂടെ ഒന്ന് പറയാം. ദൈവം ചില കാര്യങ്ങൾ നിശബ്ദനായിരിക്കുന്നത് ദൈവം അത് നമുക്ക് അനുവദിച്ചത് കൊണ്ടല്ല. നോ പ്രോബ്ലം മൈ ഡിയർ എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക, നീ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. കേൾക്കുന്നുണ്ടോ? നമ്മൾ ആ 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും വായിച്ച അത് തന്നെയാണ്. ദൈവത്തിന്റെ ദീർഘക്ഷമ. ദൈവത്തിന്റെ കോപത്തെ ദൈവം അടക്കി നമ്മൾ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ദൈവത്തിന്റെ ആ ടൈം. ഹല്ലേലൂയ. ഇവിടെയാണ് നാം ദൈവത്തെ അറിയേണ്ടത്. പലപ്പോഴും കർത്താവ് നമുക്ക് തരുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം ദൈവം ചില തെറ്റുകൾ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടല്ല. ഹീസ് വെയിറ്റിംഗ് ഫോർ us. നമുക്ക് വേണ്ടി കാത്തിരിക്കുക. സ്തോത്രം. നമ്മൾ പിന്നെ അത് ചെയ്യുമ്പോ കർത്താവ് വേദനയോട് പറയുക, ഞാൻ അവന് വേണ്ടി അവസരം കൊടുത്ത, ടൈം കൊടുത്തതാ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്ന കേൾക്കുക. ഇത് മലയാളത്തിലാണ് പറയുന്നത്. വീഴുക, ജീവിതത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് സാധാരണമാണ്, അല്ലേ? ഹ്യൂമൻ ഫെയിലിയേഴ്സ് ഇസ് നോർമൽ. പക്ഷെ ശ്രദ്ധിച്ചേ, ആ ഫെയിലിയേഴ്സിൽ തുടരുന്നത് പൈശാചികമാണ്. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ദൈവികമാണ്. 3 സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ ഒന്നിച്ചു പറഞ്ഞു. ഒന്ന്, ഫെയിലിയേഴ്സ് ആർ നോർമൽ. വീഴ്ചകൾ സാധാരണമാണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ, ഇഫ് യു കണ്ടിന്യൂ ഇൻ ദാറ്റ്, ആ വീഴ്ചകളിൽ തന്നെ നാം തുടരുന്നെങ്കിൽ അത് പൈശാചികമാണ്. പക്ഷേ വീഴ്ചകളിൽ നിന്ന് മടങ്ങി വരുന്നെങ്കിൽ അത് ദൈവികമാണ്. കേൾക്കുന്നുണ്ടോ? കേട്ടെ, ഇതിനെ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാവേ. ചില മനുഷ്യര് അവരുടെ തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാവോ? ഓൾ ആർ സിന്നേഴ്സ്. എല്ലാവരും തെറ്റുകാരാ. ആർക്കാ തെറ്റില്ലാത്ത? എല്ലാവരും തെറ്റുകാരല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആരെത്ര നീതിമാന്മാരുള്ള? കേൾക്കുന്നോ? ഈ സ്റ്റേറ്റ്മെന്റുകൾ നാം പറയുമ്പോൾ ഓർത്തിട്ടുണ്ടോ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹത്തെയാണ് നാം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടായാൽ ഇറ്റ് ഈസ് നോർമൽ എന്ന് പറഞ്ഞ് നിർത്തരുത്, നടക്കരുത്. ബിക്കോസ് യു ആർ യുണീക്ക്. നിങ്ങൾ അതുല്യരാണ്, അല്ലേ? അതുല്യരാ. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഞാനിപ്പോ താമസിക്കുന്ന പാലക്കാടാ. ഈ പാലക്കാട്, ഇവിടുത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വരുന്നെന്നിരിക്കട്ടെ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ വരിക. ആ പ്രൈം മിനിസ്റ്റർ ഇവിടെ വരുമ്പോ ഇവിടുത്തെ ഒരു കലക്ടർ പറയുന്നൊരു വാക്കും ഇവിടുത്തെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണക്കാരൻ പറയുന്ന വാക്കും
ഒരേ കാര്യം പറഞ്ഞാൽ 2 ഇമ്പാക്റ്റ് ഉണ്ടാകും. അറിയാവോ? ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ അവര് പറയോ മനുഷ്യന് വിവരമില്ലാത്തോണ്ടാ. പക്ഷെ ഒരു കലക്ടർ പറഞ്ഞാലോ, അല്ലെ? ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൂ ആർ യു? നീ ആരാ? യു ആർ നോട്ട് എൻ ഓർഡിനറി പേഴ്സൺ, യു ആർ എ കലക്ടർ. നിനക്കറിയാം കാര്യങ്ങൾ. ഇതുപോലെ ദൈവം നമ്മോട് ഇടപെടുന്നേ. കേൾക്കുന്നുണ്ടോ? പലപ്പോഴും പലരും ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല നമ്മളെ കർത്താവ് വിളിച്ചത്. നമ്മെ കർത്താവ് വിളിച്ച ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ വേണ്ടിയാ. ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു നോക്കിയേ. കർത്താവ് വെയിറ്റ് ചെയ്യുക. എന്തിന്? മടങ്ങി വരാൻ. കർത്താവ് വെയിറ്റ് ചെയ്യുക. എന്തിന്? തിരുത്താൻ. കേൾക്കുന്നുണ്ടോ? വിത്തൗട്ട് കറക്ഷൻ യു കനോട്ട് വിൻ യുവർ സ്പിരിച്വൽ ലൈഫ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ജയിക്കാൻ, നമുക്ക് ആത്മീക ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ കറക്ഷൻ ആവശ്യമാണ്. കറക്ഷൻ ഇല്ലാതെ ഒരു വിക്ടറി ഇല്ല. കറക്ഷൻ ഇല്ലാതെ ജയിക്കാൻ പറ്റുകയില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, ഗോഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. എന്തിന്? കറക്റ്റ് ചെയ്യാൻ. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ളതാണ്. കാരണം എന്നാണെന്നറിയാവോ? എനിക്ക് ടൈം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റുകയില്ല, അല്ലേ? നിങ്ങൾ കേട്ടെ, ഈ ഇസ്രായേലിലെ ഫസ്റ്റ് കിങ് എന്നറിയപ്പെടുന്നത് ശൗല, ആദ്യത്തെ രാജാവ്, അല്ലേ? ആ മനുഷ്യന് വീഴ്ച ഉണ്ടായി, ഫെയിലിയേഴ്സ് ഉണ്ടായി. ഒത്തിരി വർഷം ആ മനുഷ്യന്റെ ദൈവം കാത്തിരുന്നു. 1, 2 വർഷങ്ങൾ കാത്തിരുന്നു. എന്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അറൌണ്ട് 38 years ദൈവം കാത്തിരുന്നു, കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ദൈവമേ എനിക്ക് ടൈം തന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റുണ്ടായി കഴിഞ്ഞിട്ട് കർത്താവ് എനിക്ക് ടൈം തന്നില്ലെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. 2, ദൈവം അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് തരും. എങ്ങനെ? ത്രൂ റീഡിങ് സ്ക്രിപ്ചർ, ദൈവവചന വായനയിലൂടെ, ത്രൂ മെസ്സേജസ്, ദൈവവചന പ്രഭാഷണത്തിലൂടെ, ദെൻ സെൽഫ് കൺവിക്ഷൻ, നമ്മിൽ തന്നെയുള്ള ബോധത്തിലൂടെ കർത്താവ് നമുക്ക് തരും. 1 ടൈം തരും, 2 അവയർനെസ് തരും. അല്ലേ? 3rd level, God will reveal about its consequences. ദൈവം അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. 1, God will give the time, ദൈവം സമയം തരും. 2, ദൈവം നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അവസരം തരും, ഒക്കേഷൻസ് തരും. ത്രൂ റീഡിങ് സ്ക്രിപ്ചർ, ദൈവനെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ബോധ്യം വരുത്തും. ത്രൂ മെസ്സേജസ്, ദെൻ എ കൈൻഡ് ഓഫ് സെൽഫ് അവയർനെസ്, കർത്താവ് തെറ്റിനെ കുറിച്ച് നമ്മോട് പറയും. 3, അതിന്റെ കോൺസിക്വൻസസ്. ആ തെറ്റിൽ നിന്ന് നീ തിരുത്തിയില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് കർത്താവ് നമുക്ക് അതിന്റെ കോൺസിക്വൻസസിനെ തിരിച്ചു തരും. എന്നിട്ടും നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ വിധി നീതിയുള്ളതായിരിക്കും. കാരണം എന്നാ? ദൈവം ടൈം തന്നു കറക്റ്റ് ചെയ്യാൻ, ദൈവം നമുക്ക് അവയർനെസ് തന്നു, ദൈവം നമുക്ക് വാണിംഗും തന്നു. നീ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നത് കാര്യം ചെയ്യും. എന്നിട്ട് നമ്മള് തിരുത്തിയില്ലെങ്കിലോ? അല്ലെ? കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താ? വാക്ക് പറഞ്ഞിട്ട് നിർത്താം. അറിഞ്ഞത് അനുസരിച്ച് ജീവിക്കുക. അറിഞ്ഞത് അനുസരിച്ച് ജീവിക്കുക. പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ, അല്ലേ?
ജസ്റ്റ് നോളജ് എന്ന് പറയുന്ന ഒരു തിയറി മാത്രമാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ടോട്ടലായി മാറുന്നത്. കേൾക്കുന്നോ? അതുകൊണ്ട് കർത്താവോട് പ്രാർത്ഥിക്കണം, കർത്താവേ, റോമൻസ് ചാപ്റ്റർ 2 ജനത്തിനെ പോലെ എനിക്കുണ്ടാകരുത്. അവർ തെറ്റിനെ അറിഞ്ഞു, അതുകൊണ്ട് അവർ പഠിപ്പിച്ചു, മറ്റുള്ളവരെ വിധിച്ചു, പക്ഷെ സ്വന്തം വിധിച്ചില്ല. ഒടുവിൽ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ വെളിപ്പാട്, നമുക്ക് കിട്ടിയ ദൈവിക ബോധ്യം, നാം ദൈവമക്കളാണെന്ന ഉറച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഏത് കാലത്തും കർത്താവ് നമ്മുടെ ആവശ്യപ്പെടുന്ന ദൈവമക്കളെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ്. കേൾക്കുന്നോ? നമ്മൾ സാധാരണക്കാരല്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ജഡ്ജിങ്, സ്റ്റാർട്ട് എക്സാമിനിങ്. മറ്റുള്ളവർ വിധിക്കുന്നത് നിർത്തുക, സ്വയം ശോധന ചെയ്യുന്നത് തുടങ്ങുക. വിധിച്ചാൽ നമ്മുടെ മേലും വിധി വരികയുള്ളൂ. നമ്മൾ ശോധന ചെയ്താൽ കറക്റ്റ് ചെയ്യപ്പെടും. കേൾക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ വിക്ടോറിയസ് എന്ന് വിളിക്കാൻ കാരണം. വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് വിളിക്കാൻ കാരണം നമുക്ക് കിട്ടുന്ന ജയത്തിലൂടെയാണ്. ആ ജയം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അറിയണം, വിധിക്കരുത്, എക്സാമിൻ ചെയ്യണം, എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം. കർത്താവോട് പറയണം, സന്തോഷത്തോടെ കർത്താവിനെ പിൻപറ്റാൻ എന്നെ സഹായിക്കണം. കർത്താവ് എങ്കിട്ട് കഴിയുന്നത് നമുക്ക് റെഗുലറായി തന്നെ ക്ലാസ്സിൽ മുമ്പോട്ട് വന്ന് ആഗ്രഹിക്കുന്ന ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ തമ്മിലുള്ള കണക്ടിവിറ്റി നഷ്ടപ്പെടുന്നു, ക്ലാസ്സിന്റെ കണക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് റെഗുലറായി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടാം. താങ്ക് യു പാസ്റ്റർ ബ്ലസ്സൻ ആൻഡ് ഫാമിലി ആൻഡ് ഓൾ ദി ചർച്ച് മെമ്പേഴ്സ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊക്കെ നന്ദി കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നെങ്കിൽ അതിൽ സന്തോഷിക്കുന്നു. ക്രിസ്ത്യൻ ലൈഫ് വിലപ്പെട്ടതാണ് കേട്ടോ. അത് ചർച്ച് ഗോയിങ് അല്ല, കർത്താവുമായുള്ള സന്തോഷമുള്ള ജീവിതമാണ്. അതിൽ ആനന്ദിക്കണം, അഭിമാനിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.